നമസ്കാരം. ഇന്ന് ശിവരാത്രിയാണ്. സാക്ഷാൽ പരമശിവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിവസം, ശിവഭക്തർ കാത്തിരിക്കുന്നതായ ദിവസം. ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ തെളിഞ്ഞതായ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ശിവാനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്നാണ് പ്രശ്നത്തിൽ കണ്ടത്. ഏതെല്ലാമാണ് ആ നക്ഷത്രക്കാർ, എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ജീവിതത്തിൽ ദുരിതങ്ങൾ അവസാനിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ ദുഃഖ ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ്. ജീവിതത്തിൽ ഉയരണം എന്ന ചിന്തയോടെ പ്രവർത്തിക്കുകയും എന്നാൽ ശത്രുദോഷത്താൽ ജീവിതത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കൈവരിക്കുവാൻ സാധിക്കാതെ പല കാര്യങ്ങളിലും ആശയക്കുഴപ്പങ്ങൾ നേരിടുന്നവരാണ് എന്ന് പരാമർശിക്കാം. എന്നാൽ ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ പല കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചതായ കാര്യങ്ങൾ പലതും സഫലമാകുന്നതായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരും. പ്രത്യേകിച്ചും ധനപരമായ ചില കാര്യങ്ങളിൽ നേരിടുന്നതായ ചില വിഷമതകൾ, വിഷമസന്ധികൾ നിങ്ങൾക്ക് തരണം ചെയ്യാം. പല കാര്യങ്ങളിലും ആഗ്രഹ സാഫല്യം നേടിയെടുക്കുന്ന സമയമാണ്. എന്നാൽ തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. പ്രത്യേകിച്ചും ഈ സമയം ഭഗവാന് ധാര നടത്തി പ്രാർത്ഥിക്കുന്നതും കൂവളമാല ചാർത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. കൂടാതെ മഹാമൃത്യുഞ്ജയ മന്ത്രം 108 ജപിക്കുക. പ്രത്യേകിച്ചും ഇന്നേ ദിവസം ജപിക്കുന്നത് ശുഭകരമാണ്. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം. പണം കൈകളിലേക്ക് വന്നു ചേരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ പണം കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യങ്ങളുണ്ട്. പല വ്യക്തികളെയും തിരിച്ചറിയുവാൻ സാധിക്കാത്തതായ അവസ്ഥ. ശത്രുവേത് മിത്രമേത് എന്ന് മനസ്സിലാക്കുവാൻ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഭഗവാനാണ് ഒപ്പമുള്ളത്. തീർച്ചയായും ചില തിരിച്ചറിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസങ്ങളാകുന്നു. പ്രതിസന്ധികൾ നിരവധിയാണ്. എന്നാൽ ആ പ്രതിസന്ധികൾ എല്ലാം തന്നെ ഭഗവാനെ കൂട്ടുപിടിച്ച് നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നവരാണ്. അത്തരം കാര്യങ്ങളിൽ വിജയം കാണും. ഇവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ കർമ്മ മേഖല, തൊഴിൽ മേഖലകളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ വരമായി നൽകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. നിങ്ങൾ പ്രാർത്ഥിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ധനപരമായും അല്ലാതെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വന്നു ചേരും. അഘോര പുഷ്പാഞ്ജലി നിങ്ങൾ നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാനെ കരിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷമാണ്. പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുക. പ്രത്യേകിച്ചും സന്ധ്യാസമയത്ത് ജപിക്കുവാൻ ശ്രമിക്കുക. ദിവസത്തിൽ ഒരു നേരമെങ്കിലും പഞ്ചാക്ഷരി മന്ത്രജപം നടത്തി മുന്നോട്ട് പോവുക. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. പൂയം നക്ഷത്രക്കാരായ വ്യക്തികൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. പൂയം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് പല വിധത്തിലും തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം. അപ്രതീക്ഷിതമായ ചില വ്യക്തികളിൽ നിന്നും തിരിച്ചടി, ധനം കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യം, ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള ധനം കൈകളിൽ ലഭിക്കാത്തതായ സാഹചര്യം, കടബാധ്യതകൾ വർദ്ധിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിഴച്ചിരിക്കുന്ന സമയമാണ് ഇത്. എന്നാൽ ഇതിൽ നിന്നും ഒരു മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നടക്കുക. ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ അനുഭവിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം.
ഭഗവാൻ തന്നെ ഒരു വഴി കാണിച്ചു തരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പരീക്ഷണങ്ങൾക്കൊടുവിൽ ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന സാഹചര്യമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ, തൊഴിൽ മേഖലയിൽ, ബിസിനസ്സിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. വിദ്യയിൽ ഉയരുവാൻ സാധിക്കും. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യം. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാന് ധാരയും കൂവളമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം കരിക്കുകൂടി സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. തിരുവാതിര. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന ചിന്തയാണ് ഇവർക്കുള്ളത്. കാരണം തൊഴിൽപരമായോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ നോക്കുമ്പോൾ ഇവരെക്കാൾ കഴിവില്ലാത്തതായ വ്യക്തികൾ, അനർഹരായ വ്യക്തികൾ പലപ്പോഴും ഇവർക്ക് മുകളിലായി പോകുന്ന സാഹചര്യം. എന്നാൽ കഴിവുള്ള ഇവർക്ക് തിരിച്ചടികൾ നേരിടുന്നതായ സാഹചര്യം. കൂടാതെ വേണ്ടപ്പെട്ടവരിൽ നിന്നോ ഉറ്റവരിൽ നിന്നോ തർക്കങ്ങൾ, മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ, കുത്തുവാക്കുകൾ, അവർ തള്ളിപ്പറയുക, ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. പലപ്പോഴും നിങ്ങളുടെ സ്നേഹം മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്ന പരിഭവവും നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന അനുകൂലമാക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഭഗവാൻ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരാം. പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ സാധിക്കും. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ നേട്ടങ്ങൾ വന്നു ചേരാം. പല ദുഃഖങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. പല പരീക്ഷണങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായ സമയമാണ്. ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നതായ സമയം. ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ആ കാര്യങ്ങൾ അനുകൂലമായി പ്രതിഫലിക്കുന്ന സമയം. ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. പ്രത്യേകിച്ചും ഭഗവാന് അഘോര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും അതോടൊപ്പം കൂവളമാല കൂടി സമർപ്പിക്കുക. നിത്യവും പഞ്ചാക്ഷരി മന്ത്രം 108 ജപിക്കുക. നിങ്ങൾ നാൾക്ക് നാൾ ഉയരും. മകം നക്ഷത്രക്കാർ നിരവധിയാർന്ന പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതായ സാഹചര്യം. പലപ്പോഴും എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന മാത്രം ഭഗവാൻ ഈശ്വരൻ കേൾക്കുന്നില്ല എന്ന ചിന്ത ഇവർക്കുണ്ട്. എന്നാൽ ഒരിക്കലും ഇവർ ഭഗവാനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഭഗവാനിലുള്ള വിശ്വാസം നിങ്ങൾക്ക് നശിച്ചിട്ടില്ല എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഫലത്തിലൂടെ അഥവാ പ്രശ്നത്തിൽ കണ്ടത്. കാരണം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉയർച്ച വന്നു ചേരും. ഭഗവാനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിനാൽ തന്നെ ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പ്രതിസന്ധികൾ അകലും. ധനപരമായോ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പുറമേ ചിരിക്കുന്നു, എന്നാൽ ഉള്ളിൽ കരയുന്നതായ സാഹചര്യം. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പ്രധാനമായും ഭഗവാൻ തന്നെ പല വഴികളും നിങ്ങൾക്ക് മുൻപിൽ തെളിയും. ഭഗവാൻ തന്നെ അത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് നൽകും. ഭഗവാൻ തന്നെ പല സൂചനകളും നിങ്ങൾക്ക് നൽകുന്നതായ സാഹചര്യം. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന പുണ്യ ദിവസങ്ങളാണ് വന്നു ചേരുക. ധനപരമായും മാനസികപരമായ പ്രശ്നങ്ങൾ പോലും അകന്ന് ജീവിതത്തിൽ സുഖവും സന്തോഷവും കടന്നു വരാം. പല വ്യക്തികളും നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുന്ന സമയം, കഴിവുകൾ പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്ന സമയം. ഭഗവാനിൽ അടിയുറച്ച് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ശിവപഞ്ചാക്ഷരി മന്ത്രം 108 ജപിക്കണം. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരയും പിൻവിളക്കും അതോടൊപ്പം കരിക്കും കൂടി സമർപ്പിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ആയില്യം നക്ഷത്രക്കാർ എന്നെ കേൾക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ചില കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങൾ വളരെയധികം കാര്യങ്ങൾ മനസ്സിൽ മറയ്ക്കുന്നവരാണ്. പലവിധ ദുഃഖങ്ങളും ജീവിതത്തിലൂടെ തിരിച്ചടികൾ നേരിടുന്നു. എന്നാൽ പുറമേ കാണിക്കാതെ പുറമേ ചിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഉള്ളിൽ മനസ്സ് നേറുന്നതായ സാഹചര്യം.
ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ഭഗവാനോട് നിത്യവും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടിരിക്കുന്നതായ സമയം, ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നതായ സാഹചര്യം, ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം, അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ഭഗവാൻ തന്നെ കൈപിടിച്ചുയർത്തും. അത് പല കാര്യങ്ങളിലും പ്രത്യക്ഷ അനുഭവമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ധനപരമായ പ്രയാസങ്ങൾ ഒരു പരിധിവരെ അകലും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുക, ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ബിസിനസ് പരമായോ തൊഴിൽപരമായോ നിങ്ങൾ നേരിടുന്ന ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം. കൂടാതെ ഈ സമയം തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. സന്തോഷം വർദ്ധിക്കാം. മനസ്സിലെ ആ നെഗറ്റീവായ ചിന്തകളെ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സമയം. ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഭഗവാനെ പൂർണ്ണമായും വിശ്വസിച്ചതിന് ഭഗവാൻ നൽകുന്നതായ അവരം ഇരു കൈയും നീട്ടി സ്വീകരിക്കുക. ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം 108 ജപിക്കണം. മൃത്യുഞ്ജയ മന്ത്രം ഇന്നേ ദിവസം ജപിക്കുക. 108 തന്നെ ജപിക്കുക. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. പ്രത്യേകിച്ചും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസവും തിങ്കളാഴ്ച ദിവസവും. ഈ സമയം ഭഗവാന് കൂവളമാലയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങളെ ഒരു ശക്തിക്കും തോൽപ്പിക്കുവാൻ സാധിക്കില്ല. ഭഗവാൻ സംരക്ഷണം നൽകി ഒപ്പമുണ്ടാകും എന്നതാണ് വാസ്തവം. വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലപ്പോഴും സന്തോഷം കടന്നു വരും. എന്നാൽ ആ സന്തോഷം നിലനിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം. മനസ്സ് ശാന്തമായി വരുമ്പോൾ അടുത്ത പ്രശ്നം അല്ലെങ്കിൽ അടുത്ത ചില ചിന്തകൾ കടന്നു വരും. അതിനാൽ തന്നെ മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നതായ സാഹചര്യം. പലപ്പോഴും പ്രാർത്ഥിക്കുന്നു എങ്കിൽ പോലും ഫലം ലഭിക്കാത്തതായ സാഹചര്യം. മനസ്സ് വളരെ അസ്വസ്ഥമാണ് എന്നതാണ് വാസ്തവം. എന്നാൽ പ്രശ്നവശാൽ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതായ സമയമാണ്. നിങ്ങൾക്ക് തീർച്ചയായും പ്രത്യക്ഷമായ അനുഭവങ്ങൾ ഭഗവാന്റെ സമക്ഷത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കും. പല കാര്യങ്ങളിലും വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. ചില വ്യക്തികളെ തിരിച്ചറിയുവാൻ സാധിക്കും. ധനപരമായോ അല്ലെങ്കിൽ നേരിടുന്നതായ ചില പ്രയാസങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. കോടീശ്വരരാകും എന്ന് പറയുന്നില്ല, എന്നാൽ മാറ്റങ്ങൾ വന്നു ചേരും. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങളാണ് കടന്നു വരിക. പല കാര്യങ്ങളും ചെയ്യണ്ട എന്ന ഉൾവിളി വന്നു ചേരും. ചില കാര്യങ്ങൾ ചെയ്യണം എന്ന നിർബന്ധം നിങ്ങളിൽ വന്നു ചേരും. അനാവശ്യമായ പിടിവാശി, കോപം, ഇത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു പോകും. മാറ്റങ്ങൾ ദൃശ്യമാകുന്ന സമയമാണ്. ധനപരമായും നേട്ടങ്ങൾ വന്നു ചേരും. വിദ്യയിൽ ഉയരുവാൻ, ജോലി ലഭിക്കുവാൻ, ജോലിയിൽ ഉന്നതി നേടുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും തീർച്ചയായും നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. ഭഗവാൻ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിസ്സംശയം പറയാം. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാന് അഘോര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. ശത്രുക്കൾ അടുക്കില്ല എന്നതാണ് വാസ്തവം. അതോടൊപ്പം കൂവളമാല കൂടി ചാർത്തി പ്രാർത്ഥിക്കുക. പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുക. ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി പല കാര്യങ്ങളും ചെയ്യുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും ആത്മാർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങൾ അനുകൂലമാകാത്തതായ സാഹചര്യമുണ്ട്. വിഷമങ്ങൾ മനസ്സിൽ നിഴലിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല എന്ന ചിന്തയാൽ പല കാര്യങ്ങളും ചെയ്യുവാൻ മടിക്കുന്നു. ധനം കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യം. കടബാധ്യതകൾ വർദ്ധിക്കുകയോ കടം വാങ്ങി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമോ ഉണ്ട്. ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ പലപ്പോഴും ചില തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. എന്നാൽ ഭഗവാനിലുള്ള വിശ്വാസം നിങ്ങൾക്ക് നശിച്ചിട്ടില്ല. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം ചുരിയുന്ന സമയമായി തന്നെ മാറും. ശിവരാത്രി മുതൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും എന്ന വ്യക്തമായ സൂചനയാണ് പ്രശ്നത്തിൽ കണ്ടത്. ഭഗവാനോട് പ്രാർത്ഥിച്ച പല കാര്യങ്ങളും അനുകൂലമാകും. പ്രത്യേകിച്ചും ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നു വരും. പല പ്രതിസന്ധികളിൽ നിന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ കരകയറുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങളോ
ധനം പല വഴികളിലൂടെയും കൈകളിലേക്ക് വന്നു ചേരുന്ന സാഹചര്യമോ നിങ്ങൾക്ക് വന്നു ചേരും. പല കാര്യങ്ങളിലും ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. മാറ്റങ്ങൾ വന്നു ചേരും. ശരിയായ തീരുമാനങ്ങൾ എടുത്ത് ശരിയായ രീതിയിൽ ചിന്തിച്ച് മറ്റുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തും വിധം കുതിച്ചുചാട്ടം ജീവിതത്തിൽ വന്നു ചേരാം. അവസരങ്ങളാണ് ഭഗവാൻ നൽകുക. ചില കാര്യങ്ങൾ ചെയ്യണ്ട എന്ന ഉൾവിളി വന്നു ചേരാം. ചില കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ ചെയ്യണം എന്ന തോന്നൽ മനസ്സിലേക്ക് കടന്നു വരാം. ഇതെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സൂചനകളാണ്. ഭഗവാൻ തന്നെ പറയുന്നതാണ്. തീർച്ചയായും ആ കാര്യങ്ങൾ അനുസരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഭഗവാനെ പ്രാർത്ഥിക്കണം. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാനെ കൂവളമാല ചാർത്തുക, ധാര നടത്തുക, പിൻവിളക്ക് നടത്തി പ്രാർത്ഥിക്കുക, പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കും. പൂരം നക്ഷത്രക്കാർക്ക് പലവിധ വിഷമങ്ങൾ ജീവിതത്തിലുള്ളവരാണ്. എന്നാൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് എല്ലാമുണ്ട് എന്ന ധാരണയാണ് ഉള്ളത്. എന്നാൽ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കേ അറിയൂ എന്നതാണ് വാസ്തവം. എന്നാൽ ആ കാര്യങ്ങൾ ഭഗവാൻ കണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. പുറമേ ചിരിക്കുകയും ഉള്ളിൽ കരയുകയും ചെയ്യുന്നു. പലപ്പോഴും പല പ്രതിസന്ധികളിലും ഭഗവാൻ ഒപ്പം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അതിനാൽ വലിയ രീതിയിലുള്ള അബദ്ധങ്ങൾ, വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാതെ നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. എങ്കിലും പ്രയാസങ്ങളുണ്ട്. എന്നാൽ അത്തരം പ്രയാസങ്ങൾ ഭഗവാൻ തീർത്തു തരുന്ന സമയമാണ്. ശിവരാത്രി മുതൽ കാര്യങ്ങൾ അനുകൂലമാകാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. പല കാര്യങ്ങളും അത് മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങളാണ് എങ്കിൽ പോലും ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മനസ്സിനെ അലോസരപ്പെടുന്നതായ പ്രവൃത്തികൾ, അത്തരം ചില ചിന്തകൾ ഒഴിവാക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. കടബാധ്യതകൾ പെട്ടെന്ന് വീട്ടുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ക്രമേണ നിങ്ങൾക്ക് വീട്ടുവാൻ സാധിക്കും. കോടീശ്വരരാകും എന്ന് പറയുന്നില്ല, എന്നാൽ മാറ്റങ്ങൾ ദൃശ്യമാകും. ചെയ്യുന്ന പ്രവൃത്തികളിൽ വന്നു ചേരുന്ന അവസരങ്ങളിൽ എല്ലാം തന്നെ മാറ്റങ്ങൾ ദൃശ്യമാകും. കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. പരീക്ഷണങ്ങളിൽ തളരാതെ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നു എന്ന വ്യക്തമായ സൂചനയാണ് പ്രശ്നത്തിൽ കണ്ടത്. തീർച്ചയായും അനുകൂലമായ സമയം. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവാന് ധാര നടത്തണം. പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസങ്ങളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ദർശനം നടത്തുക. ധാരയും പിൻവിളക്കും കൂവളമാലയും ചാർത്തി പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ കരിക്കുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പഞ്ചാക്ഷരി മന്ത്രം നിത്യവും ജപിക്കുക. ഇന്നേ ദിവസം മഹാമൃത്യുഞ്ജയ മന്ത്രം കൂടി ജപിക്കുക. ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അത് അനുഭവവേദ്യമാകുന്ന സമയങ്ങളാണ്, ദിവസങ്ങളാണ് വന്നു ചേരുക. പ്രശ്നവശാൽ ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ്. ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിക്കണം. ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഏതൊരു നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണ് എങ്കിലും ക്ഷിപ്രപ്രസാദിയായ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. പരീക്ഷണങ്ങൾ പലതും ജീവിതത്തിൽ നേരിടേണ്ടതായി വരാം. എന്നാൽ അതിൻ്റെ അർത്ഥം ഭഗവാൻ നിങ്ങൾക്കൊപ്പമില്ല എന്നല്ല. ഭഗവാൻ ഒപ്പമുണ്ട്. തീർച്ചയായും പ്രത്യക്ഷമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ നിത്യവും ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.